2024-25 വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാലേക്കൂട്ടി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ഡയറക്ടർമാരും ഒപ്പം ദേവസ്വം വകുപ്പിന്റെ സെക്രട്ടറിയും വിവിധ ജില്ലാ കളക്ടർമാരും എല്ലാം ചേർന്നുള്ള മീറ്റിംഗാണ് ഞങ്ങളും ചേർന്നത്. മുൻ വർഷത്തെ പൊതുവിലുള്ള സ്ഥിതി പരിശോധിച്ചപ്പോൾ 52 ലക്ഷം പേര് ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടനത്തിനെത്തി എന്നാണ് പൊതുവിൽ കണക്ക്. ആദ്യത്തെ സർക്കാർ കണക്ക് വന്നപ്പോൾ 46 ലക്ഷം മുകളിലായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ 52 ലക്ഷത്തിലധികം പേർ വന്നിരിക്കുന്നു. സ്വാഭാവികമായി ഓരോ വർഷം കഴിയുന്നതോറും ഇതിൽ തീർത്ഥാടകരുടെ നമ്പർ വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ തന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി ഇടയ്ക്കും തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കർക്കിടക മാസം 1-ന് സന്നിധാനത്തിൽ പോയിരുന്നു. അന്ന് വന്നിട്ടുള്ളത് തലേദിവസം പിറ്റേ ദിവസമായി 10,000 കണക്കിന് തീർത്ഥാടകരാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് ശബരിമല എത്തിയത്. അപ്പൊ ഇനി ചിങ്ങം ഒന്നാണ് വരാൻ പോകുന്നത്. ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പ്രവാഹമായിരിക്കും ഭക്തജനം. തുടർന്നങ്ങോട്ട് മണ്ഡല മഹോത്സവത്തിന്റെ കാലഘട്ടത്തിൽ വരുന്ന തീർത്ഥാടകർ, അതിനുശേഷം മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന തീർത്ഥാടകർ, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ കാലം കൂട്ടി അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളെല്ലാം വെച്ച് പരിശോധിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള തുടക്കം കുറിച്ചു. അതിലൊന്ന്, ശബരിമലയിൽ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം കഴിഞ്ഞു പോകേണ്ട സൗകര്യം ഉണ്ടാവും. അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കലാണ് ആദ്യത്തെ കാര്യം. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള ഏതെങ്കിലും പോരായ്മകൾ സഞ്ചാരയോഗ്യമായ പാതകൾക്കുണ്ടെങ്കിൽ ആ പാതകളെല്ലാം കാലേക്കൂട്ടി ടെൻഡർ ചെയ്ത് അത്തരം പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ ഇന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ പൊതുവിൽ BMBC നിലവാരത്തിലുള്ള റോഡുകളാണ് ഇങ്ങോട്ടുള്ളതെങ്കിലും ചാലക്കയം ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുൾപ്പെടെ പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായി. മറ്റൊന്ന്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ പ്രശ്നം. അത് പൊതുവിൽ പരിശോധിച്ചപ്പോൾ നിലയ്ക്കൽ ഇപ്പോൾ 8,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നിലവിൽ. അത് 10,000-ന് മുകളിലാക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് എന്നാണ് പോലീസിന്റെയും വനം വകുപ്പിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം പരിശോധനകളിൽ വ്യക്തമായി. അതുകൊണ്ട് 10,000-ന് മുകളിലാക്കാൻ 2,000-ലേറെ വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നിലയ്ക്കൽ പ്രദേശം അത് പരുവപ്പെടുത്തിയെടുക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. മറ്റൊന്ന്, എരുമേലിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 1,100 വാഹനങ്ങൾക്കാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അത് കുറെ കൂടി വിപുലീകരിക്കാൻ വേണ്ടി അവിടെ തന്നെ മറ്റൊരു ഭൂമി കണ്ടെത്താൻ കോട്ടയം കളക്ടർ ശ്രമം ആരംഭിച്ചു. അത് വിജയിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു 6 ഏക്കർ സ്ഥലം കൂടി കിട്ടുന്ന സാഹചര്യം വരുന്നു. അപ്പൊ എരുമേലിയിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗം എടുക്കുകയുണ്ടായി. മറ്റൊന്ന്, ഇടത്താവളങ്ങൾ. എല്ലാ ഇടത്താവളങ്ങളും കാലേക്കൂട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അവിടുത്തെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെയും പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടവരുടെയും എല്ലാം യോഗം വിളിച്ച് എല്ലാ ഇടത്താവളങ്ങളും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്നെടുക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നമ്മുടെ ആരോഗ്യപരിപാലന രംഗത്ത് സുദീർഘമായ സേവനങ്ങളാണ് അവിടെ അനുഷ്ഠിച്ചു വരുന്നത്. അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക. ചില സ്ഥലത്ത് ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രോമ കെയർ സംവിധാനങ്ങൾ ഇപ്പോൾ പരിസര പ്രദേശത്തില്ല. അത് ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നു. അപ്പോൾ അതിന് സൗകര്യമൊരുക്കുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ഒപ്പം സന്നിധാനത്തിലെ ആശുപത്രി ഉൾപ്പെടെ ഏറ്റവും പ്രാഥമികമായി ഒരു ഹൃദ്രോഗി വന്നാൽ ആ ഹൃദ്രോഗിക്ക് ലഭിക്കേണ്ട എല്ലാ പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും
അത് ECG എടുക്കാൻ, എക്കോ എടുക്കാൻ, TMT എടുക്കാൻ, ബ്ലഡ് പരിശോധിക്കാൻ, അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റൊരാൾക്ക് നടപ്പാതയിൽ തന്നെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചെസ്റ്റ് പെയിൻ വന്നു, അതിൽ ഒരു മാസീവ് അറ്റാക്കാണ് വരുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കുന്ന പ്രാഥമിക ട്രീറ്റ്മെന്റിൽ ഒന്നാണ് CPR കൊടുക്കുക. അതിന് ദേവസ്വം ബോർഡിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സിനെ തന്നെ അതിനെ പരിശീലിപ്പിച്ച് അത്തരം ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. ഇത്തരത്തിൽ ആരോഗ്യ പരിപാലന രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ടതുണ്ട്. അതിന് പുറമെ കോന്നി മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എല്ലാം ഇതിന് പ്രത്യേകമായ സെല്ല് തുറക്കാനും തീരുമാനിച്ചു. അപ്പൊ അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാവും. മറ്റൊന്ന്, ആംബുലൻസ് സംവിധാനം ഇപ്പൊ 3 അത് ഒരെണ്ണം കൂടി ഈ കാലഘട്ടത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. അത് മരക്കൂട്ടം ഭാഗത്ത് പ്രത്യേകമായ ഒരു ആംബുലൻസ് ക്യാമ്പ് ചെയ്യണം എന്നാണ് ആലോചിച്ചത്. അപ്പോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രൂപത്തിലേക്ക് അത്തരം രൂപത്തിലുള്ള രക്ഷാകവചങ്ങൾ തീർക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. പിന്നീട് അവിടെ എത്തിച്ചേരുന്ന ആളുകൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒന്ന് ദാഹജലത്തിൻ്റെതുണ്ട്, 2 മാലിന്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ ദാഹജലം ഒരു തരത്തിലുള്ള കലർപ്പമില്ലാത്ത ദാഹജലം ലഭിക്കുന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ 4000 ലിറ്റർ ശേഷിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 10,000 ആക്കി മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ശുദ്ധജലം ആ രൂപത്തിൽ വിതരണം ചെയ്യും. മറ്റൊന്ന്, കച്ചവടക്കാർ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന കുപ്പിവെള്ളങ്ങളൊക്കെ തന്നെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ വർദ്ധിക്കുന്നു എന്ന് മുമ്പ് ചില പരാതികൾ വന്നിരുന്നു. അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആവശ്യമായ സംവിധാനം ഒരുക്കി ഇപ്പം തന്നെ ക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറ്റൊന്ന്, പ്രധാനമായും ഈ കാലഘട്ടത്തിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശുചിത്വ മിഷന്റെ സഹായത്തോടു കൂടി എല്ലാ തരത്തിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഇടപെടലോടുകൂടി അത് പരിഹരിക്കാൻ, ജൈവ മാലിന്യങ്ങളും ജൈവേതര മാലിന്യങ്ങളും തരംതിരിച്ചു പോകാനും അതിന് ബന്ധപ്പെട്ട രൂപത്തിൽ ഈനാട് സഹകരണ സംഘത്തിന്റെ ഉൾപ്പെടെ ജീവൻ ഉപയോഗിച്ചുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഇപ്പോ ശുചിത്വ മിഷൻ തന്നെ സർവീസ് പ്രൊവൈഡറായി അവർ തീരുമാനിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാലം കൂട്ടി ആലോചിച്ച് അതിനുള്ള തീരുമാനമെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യവും കൊടുത്തു വരുന്നു. പിന്നീട് അവിടെ പ്രധാനമായും ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ചില സഹായങ്ങളുണ്ട്. വനാന്തരങ്ങളിൽ കൂടി നടന്നു വരുന്ന ആളുകൾക്ക് വന്യമൃഗങ്ങളിൽ ശല്യം ഉണ്ടാകാതിരിക്കാനും അതിൽ ഫോറസ്റ്റുകാരുടെ സഹായത്തോടു കൂടി അവരെ എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ട്. അവരുടെ കൂടുതൽ ഫോഴ്സിനെ അവർ അവിടെ റിക്രൂട്ട് ചെയ്ത് ആ കാര്യത്തിൽ ആരോഗ്യമായി ശ്രദ്ധിക്കും. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പുല്ലുമേട് ഭാഗത്തു നിന്ന് വരുന്ന മകരവിളക്ക് കാലത്തെ വനാന്തരത്തിൽ കൂടിയുള്ള ഭക്തജനങ്ങളുടെ ബാഹുല്യമാണ്. അതിന് ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അവർ ഫോറസ്റ്റ് ഏരിയയിൽ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കും. ഇത് കൂടാതെ സന്നിധാനത്തിലും പമ്പയിലും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഒരു വലിയ രൂപത്തിൽ ചില സമയത്ത് ക്രൗഡ് വരും. ആ ക്രൗഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ വെയിൽ കൊള്ളേണ്ടി വരും, ചിലപ്പോൾ മഴ നനയേണ്ടി വരും. ഇത് രണ്ടും ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് അതിനാവശ്യമായ റൂഫിങ്ങോട് കൂടിയ സംവിധാനങ്ങൾ പന്തലുണ്ടാക്കുന്നു. അത് വലിയ സൗകര്യങ്ങളായി മാറും. അത് കാലകൂട്ടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കോടതിയുടെ നിർദ്ദേശവും പോലീസിന്റെ അഭിപ്രായവും 80,000 അതിൽ ക്രമീകരിക്കുന്ന കാര്യമാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ നമ്മുടെ വരാൻ പോകുന്ന മണ്ഡല കാലഘട്ടത്തെയും അതുപോലെ മകരവിളക്ക് കാലഘട്ടത്തിലെയും ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി വിജയകരമായി വരുന്ന ഒരു ഭക്തനും ദർശനം കിട്ടാതെ പോകാൻ ഇടവരരുത് എന്ന കാഴ്ചപ്പാടിൽ കാലം കൂട്ടി അത് ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതെല്ലാം കാലം കൂട്ടി അത് ചെയ്യാൻ എല്ലാം ഉള്ള സമയം കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചത്. ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു പുതിയ കാര്യം ആലോചിച്ചത് നേരത്തെ തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതിലൊന്ന്, ഒരു റോപ്പ് വേ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഞങ്ങൾ വനം വകുപ്പും റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ബോർഡും ഞങ്ങൾ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് ആ കാര്യം പരിഹരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് സമീപകാല ഭാവിയിൽ BOT സിസ്റ്റത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കും ഈ കാലഘട്ടത്തിൽ നടപടികൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ പൊതുവിൽ നമ്മുടെ തീർത്ഥാടനം ഏറ്റവും വിജയകരമായി ഭംഗിയായി എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം കഴിഞ്ഞു പോകാനുള്ള സൗകര്യത്തോടു കൂടി നടപ്പാക്കുക എന്നതാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ച കാര്യം.